നമസ്കാരം. അങ്ങനെ 500 വർഷത്തിലേറെ ആയിട്ടുള്ള ഒരു ജനതയുടെ കാത്തിരിപ്പിനൊടുവിൽ രാംലല്ല വിരാജ്മാന്റെ തിരുമുഖ ദർശന ഭാഗ്യം മീഡിയകളിലൂടെ ലഭിച്ചു. എന്തൊരു തേജോമയ രൂപം അല്ലേ! ഓരോ സനാതനിയെ സംബന്ധിച്ചും നൂറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പിന്റെ പരിപാവനമായ സാക്ഷാത്കാരമാണ് ഇന്ന് നടന്ന പ്രാണപ്രതിഷ്ഠ. ഇന്നത്തെ ഈ ദിവസത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. അഭിജിത്ത് മുഹൂർത്തം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് ഇന്ന്, അതായത് ജനുവരി 22 തിങ്കളാഴ്ച. ഏത് ദിവസമെടുത്താലും അഭിജിത്ത് മുഹൂർത്തം ലഗ്നത്തിന്റെ 10-ൽ സൂര്യൻ നിൽക്കുന്ന സമയമായിരിക്കും. 10-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ശ്രുതശൗര്യത് ഭാഗ്യേ എന്നാണ് പ്രമാണം. ദിനമധ്യത്തിലുള്ള 2 നാഴിക സമയമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ദിനത്തിന്റെ ദൈർഘ്യമനുസരിച്ച് സമയകാര്യങ്ങളിൽ അല്പം വ്യത്യാസമുണ്ടാകും. എല്ലാ തരത്തിലുമുള്ള തീയതി, വാര, നക്ഷത്ര, ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമാണ് 48 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ മുഹൂർത്തം എന്നാണ് വിശ്വാസം. ജനുവരി 22 മകേരം അഥവാ അന്നപ്രാശ നക്ഷത്ര ദിവസവുമാണ്. ഒരു കുഞ്ഞിന് ആദ്യമായി അന്നം കൊടുക്കാൻ പറ്റിയ ദിവസം എന്നർത്ഥം. ഇന്ന് തിങ്കളാഴ്ച ശുക്ലപക്ഷ ദ്വാദശി, അതായത് മഹാപരിവർത്തന ചക്രവർത്തി യോഗ, മാനവ ശ്രേഷ്ഠ യോഗ ദിവസം കൂടി എന്നർത്ഥം. അങ്ങനെ അയോധ്യയിൽ ധർമ്മപ്രതിഷ്ഠ നടന്നു. തലയുയർത്തി രാമരാജ്യം. ലോകമെമ്പാടുമുള്ള സ്വാഭിമാന ഹൈന്ദവ ജനത അത്യന്തം ആഹ്ലാദത്തിലാണ്. അയോധ്യയിലെ ഭക്തിയും വികാരനിർഭരവുമായ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മനസ്സിൽ രാമരൂപവും ചുണ്ടിൽ രാമമന്ത്രവുമായി നിറകണ്ണുകളോടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന അഭിജിത്ത് മുഹൂർത്തത്തിൽ ഓരോ ഹൈന്ദവനും അവന്റെ മനസ്സിൽ സീതാരാമനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ്. അവനവനിലെ ആത്മബോധമാണ്. ഒരർത്ഥത്തിൽ അബോധ പ്രബോധനമാണ് ശ്രീരാമൻ. അങ്ങനെയുള്ള ഒരു ഡിവൈൻ കൺസെപ്റ്റിനെ ബാലസ്വരൂപിയായി ദർശിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദമുണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ ആനന്ദമാകുമ്പോൾ നാം ആത്മീയ ആനന്ദത്തിന്റെ പരമാവസ്ഥയെ പ്രാപിക്കുന്നു. പ്രഭു അനേക കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിലെ മന്ദിരത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. മറ്റൊരുവന്റെ അഹങ്കാരത്തിൽ ഗർവിൽ തകർന്ന ഭവ്യമന്ദിരത്തെ ഉയിരും ഉടലും കൊടുത്ത് നേടിയെടുത്ത് സമർപ്പിക്കുന്ന സുദിനം. വിധേയപ്പെടുന്ന രാമനെയാണ് ഇന്നലെ വരെ നമ്മൾ കണ്ടിരുന്നത്. ഗാന്ധിയുടെ രാമനും കമ്മ്യൂണിസ്റ്റുകാരുടെ രാമനും ഇസ്ലാമിന്റെ രാമനും കോൺഗ്രസിന്റെ രാമനുമൊക്കെ മറ്റുള്ളവർക്ക് അടിമപ്പെടാൻ നമ്മെ പഠിപ്പിക്കുന്നു. വൈദേശിക അധിനിവേശം നമ്മളോട് ചെയ്ത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടത്തിയ അക്രമം മനഃപൂർവ്വം മറക്കാൻ പറയുന്നു. അവിടെ ബാബർ സ്മാരകത്തെ ഇപ്പോഴും പുനഃസൃഷ്ടിക്കാൻ വരുന്ന മതേതര മേലങ്കി അണിഞ്ഞ എല്ലാവരോടും പറയുക, അയോധ്യ അത് പ്രഭു ശ്രീരാമന്റെയാണ്, അത് സീതാ മഹാദേവിയുടേതാണ്, അത് സഹോദര സ്നേഹത്തിന്റെ മകുടോദാഹരണമായ ലക്ഷ്മണന്റെയും ഭരതന്റെയുമാണ്, അത് ഹൃദയത്തിലും പ്രഭുവിനെ പ്രതിഷ്ഠിച്ച ഉത്തമ ഭക്തൻ ഹനുമാൻ സ്വാമിയുടേതാണ്, അത് കോടിക്കണക്കിന് രാമഭക്തരുടേതാണ്. അവിടെ ഇനിയൊരു അധിനിവേശം ഉണ്ടാകില്ല. സ്വാഭിമാന ജനതയുടെ ഉയിർത്തെഴുന്നേൽപ്പാണിത്. ഭാരതത്തിലെ ഓരോ ഈശ്വരവിശ്വാസിയും മതവ്യത്യാസമില്ലാതെ ഒരിക്കലെങ്കിലും അയോധ്യയിൽ ചെന്ന് ശ്രീ രാംലല്ല ദർശനം നടത്തി ജീവിത സാഫല്യം നേടണം. കാരണം അത് നമ്മുടെ സംസ്കൃതിയുടെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വേരുകളോടുള്ള പ്രണാമം അർപ്പിക്കൽ കൂടിയാണ്. രാമൻ എന്നത് ഓരോ ഭാരതീയന്റെയും സ്വന്തമാണ്. ഇന്ന് അയോധ്യയിൽ നടന്ന ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് നാം പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ആചാരനിഷ്ഠയോടെ ഭക്തകോടികൾ ചെയ്തു. ഇന്നേ ദിവസം രാവിലെ മുതൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലെ നിലവിളക്കുകളിൽ ദീപം കൊളുത്തി ഭജനകളും രാമായണത്തിലെ സുന്ദരകാന്ഡ വായനയും ഹനുമാൻ ചാലിസ പാരായണവും നടത്തി മനസ്സുകൊണ്ട് രാംലല്ലയെ വരവേറ്റ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഗ്നിമോഹ ബീജാക്ഷരങ്ങളാണ് രാമനാമം. ആ നാമമാണ് പരമമായ സത്യം. ജയ് 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 ശ്രീരാം.